ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സെലിബ്രിറ്റികളൊക്കെ വിവാഹിതരാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ വാർത്തകൾ കേൾക്കാനായിട്ട് ഭയങ്കര സന്തോഷമാണ്. ചില സെലിബ്രിറ്റികൾ അവർ പ്രണയത്തിലാണെന്നുള്ള റൂമേഴ്സ് മാത്രമായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവുക. പിന്നെ വിവാഹിതരാവുന്നതിന് ശേഷമാണ് അവർ വിവാഹം കഴിച്ചില്ല, അപ്പോൾ അവർ പ്രണയത്തിൽ തന്നെ ആയിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രൺബീർ, ആലിയ, അതുപോലെ തന്നെ പ്രിയങ്ക ചോപ്ര, ജോനാസ്, ദീപിക പദുക്കോൺ, രൺവീർ സിംഗ്, ഇങ്ങനെ കുറേ നമുക്ക് ഇഷ്ടപ്പെട്ട ജോഡികളുണ്ട്. പ്രത്യേകിച്ച് ബോളിവുഡിലൊക്കെ ആണെങ്കിൽ അവരുടെ ആ ഒരു താരജോഡി മുമ്പ് തന്നെ അവർ പ്രണയത്തിലാണ് എന്നൊക്കെ തുറന്നു പറഞ്ഞത്. കാരണം മലയാളത്തിലാണെങ്കിൽ അങ്ങനെ തുറന്നൊന്നും പറയലില്ല. പ്രണയത്തിലാണോ അല്ലേന്ന് ചോദിക്കുമ്പോൾ പല ഇൻ്റർവ്യൂസിലൊക്കെ ചോദിക്കുമ്പോൾ അവർ അല്ല എന്നുള്ള രീതിയിലൊക്കെ ഒഴുക്കും മട്ടിലൊക്കെ ആയിരിക്കും അവർ മറുപടി കൊടുക്കുന്നത്. ഇപ്പം നമ്മളുടെ മലയാളത്തിൽ സിനിമ ഫീൽഡിലുള്ള ആൾക്കാരൊന്നുമല്ല കേട്ടോ. ഇവർ മിനിസ്ക്രീൻ, അതായത് നമ്മുടെ TV ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന രണ്ടുപേരാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള രണ്ട് വ്യക്തികളാണ്. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് ഇവരെ കുറിച്ച് പലരും ചെയ്തിട്ടുണ്ട്. ഈ രണ്ടുപേരാണ് ആര്യയും അതുപോലെ തന്നെ നമ്മുടെ സിബിനും. രണ്ടുപേരും ബിഗ് ബോസ് താരങ്ങളാണ്. അവർ നല്ല ഫ്രണ്ട്സാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ സീസണിൽ സിബിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നാണ് ബിഗ് ബോസിൽ. സിബിൻ്റെ ചില ഭയങ്കര ആരാധകർ സിബിനുണ്ടായിട്ട് സിബിൻ അതിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. സിബിന് മയക്കുമരുന്ന് കൊടുത്തു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ആര്യ ഒരു സീസണിൽ വന്നിട്ട് ആര്യ ഭയങ്കര ബോൾഡായി നിന്നിട്ട് ആര്യ എതിർപ്പ്, ഒരുപാട് ആൾക്കാരുടെ എതിർപ്പ് വാങ്ങിയിട്ടാണ് ആര്യ ബിഗ് ബോസിൽ നിന്ന് പുറത്തൊക്കെ പോകുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ കുറച്ച് നാളുകളായിട്ട് ലിവിങ് ടുഗദർ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർ പ്രണയത്തിലായിരുന്നു എന്ന് ഇതുവരെയും പറഞ്ഞില്ല, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഇന്നാണ് അവരെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്നാണ് അവർ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്നുള്ള ഒരു വാർത്ത അവർ എല്ലാവരും മുമ്പിലും അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും രണ്ടുപേരും ഒന്നിക്കുകയാണ്, നല്ലത് വരട്ടെ. രണ്ടുപേരും രണ്ടാം വിവാഹമാണ് എങ്കിലും അവർക്ക് അവരുടേതായുള്ള ഒരു പുതിയൊരു ജീവിതം ഉണ്ടാവുകയാണ്. ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവാം, എന്നാലും അവരെ ജീവിതത്തിലോട്ട് വിടുക. എന്തായാലും ആര്യയുടെയും ഈ സിബിൻ്റെയും വിവാഹ വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് സിബിനെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. എന്തുകൊണ്ടാണ് ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോയത് എന്ന് ഞാൻ ഒരുപാട് അതിശയിച്ച് പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് പോണം എന്ന് വന്ന് നിന്നിട്ട് പിന്നെ അദ്ദേഹം തിരിച്ച് വരണം എന്ന് പറഞ്ഞ സമയത്ത് മാത്രമാണ് എനിക്കൊരു അദ്ദേഹത്തിനോട് എതിർപ്പ് തോന്നിയത്. അങ്ങനെ വേണ്ടിയിരുന്നില്ല, സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ ആര്യയുടെ പ്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ജെന്യുവൻ ആയിട്ടൊരു കളിയായിരുന്നു. പിന്നെ നമുക്ക് ബിഗ് ബോസിൻ്റെ ഒരു കാര്യമുണ്ടല്ലോ, ചിലർക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് എതിരെ നിന്ന് കളിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തിനോടൊരു ദേഷ്യമുണ്ട്. അപ്പോൾ ജുനൈസിന് എല്ലാവർക്കും ദേഷ്യമായിരുന്നു, അഖിൽമാരാനെ എതിരെ നിന്ന് കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ജുനൈസിനെ പേഴ്സണൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയായിരുന്നു ആര്യക്കും സിബിനൊക്കെ. സിബിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ സിബിൻ്റെ ദേഷ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ സിബിനെ എല്ലാവരും ഒരു എതിർത്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ നിന്നിപ്പോൾ സ്ട്രോങ് ആയിട്ട് കളിച്ചു. പിന്നെ സിബിന് കുറച്ചൊരു ഡിപ്രഷൻ പോലെയൊക്കെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കാണിച്ചു വിട്ടിട്ട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫാൻസിന് പോലും അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ബിഗ് ബോസിൽ നിന്നൊക്കെ പുറത്തു പോയത്. ഇപ്പം എന്തായാലും രണ്ടുപേരും വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള നല്ല വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. അതും ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ള ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പരസ്പരം മനസ്സിലാക്കിയുള്ള രണ്ടുപേരാണ്. അപ്പോൾ എന്തായാലും അവർക്ക് നല്ല ഒരു ജീവിതം ആശംസിക്കുന്നു. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആര്യ ആൻഡ് സിബിൻ.